സോഷ്യൽ മീഡിയ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു രേണുസുതിക്ക് ക്യാൻസർ ബാധിച്ചു എന്നുള്ളത്. രോഗവിവരങ്ങൾ പങ്കുവച്ച് രേണു തന്നെ രംഗത്തെത്തിയതോടുകൂടി നിരവധി ആരാധകരാണ് ഇവർക്കായി പ്രാർത്ഥനയുമായി എത്തിയത്. എന്നാൽ ഇതിന്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയായി മാറിയത് മറ്റൊരു കാര്യമായിരുന്നു. താൻ 11 വയസ്സ് മുതൽ സ്വന്തം മകനെ പോലെ വളർത്തിയ കിച്ചു ഈയൊരവസ്ഥയിൽ പോലും തന്നെ വന്നു കണ്ടില്ല എന്ന രേണുവിന്റെ വാക്കുകൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കൊല്ലം സുധിയുടെ ചേട്ടന്റെ ഭാര്യയും മക്കളും കൂടെ ഉണ്ടായിരുന്നുവെന്നും വീട്ടിൽ വിശ്രമിക്കുന്ന രേണുവിനെ കാണാനാണ് ഇവർ എത്തിയതെന്നും അവിടെ എത്തി തന്റെ അനിയൻ ഋതപ്പനോടൊപ്പം ഏറെ സമയം ചിലവഴിച്ചാണ് കിച്ചു മടങ്ങിയതെന്നും ഇനി വീണ്ടും വരാമെന്ന് ഉറപ്പു നൽകിയാണ് കിച്ചു അവിടെ നിന്ന് പോയതെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും അറിയാൻ കഴിഞ്ഞ വാർത്ത. രേണുവിന്റെ രോഗവിവരം അറിഞ്ഞത് മുതൽ കിച്ചു സോഷ്യൽ മീഡിയയിൽ വിക്ടിം പ്ലേ കളിക്കുകയാണെന്നും റീച്ചിന് വേണ്ടിയാണ് മാറി നിൽക്കുന്നതെന്നും നിരവധി കുറ്റപ്പെടുത്തലുകൾ വന്നിരുന്നു. എന്നാൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ പിണക്കങ്ങളും മറന്ന് കുടുംബം ഒന്നിച്ചെത്തിയത് ആരാധകർക്കും ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഇതിനു മാത്രം താൻ എന്തു ദ്രോഹമാണ് ചെയ്തത്, അവനൊന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നായിരുന്നു രേണുസുതി സങ്കടത്തോടെ യൂട്യൂബിലൂടെ പറഞ്ഞത്. ഇതിന് കിച്ചുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സൈബർ അറ്റാക്കും ഉണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ പിണക്കങ്ങളും തർക്കങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് കിച്ചു രേണുസുതിയെ കാണാൻ സുധിലയത്തിലേക്ക് നേരിട്ട് എത്തിയെന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം കിച്ചു തന്നെ പുറത്തുവിട്ടത്.